Hi students, in this class we can discuss about operating cycle. We have already learned operating cycle. Operating cycle is the cycle which involve conversion of cash into raw material, conversion of raw material into work in progress, conversion of work in progress into finished goods, conversion of finished goods into cash, debtors, and conversion of debtors into cash. Operating cycle is a concept gaining more and more importance in the recent years. That is, this concept is called operating cycle concept of working capital. It is the average time taken to convert the purchase of raw material and the final cash realization. അപ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ആവറേജ് ടൈം ടേക്കൺ to convert the material into finished goods and then realized into cash. അപ്പോൾ നമ്മൾ ഒരു ക്യാഷ് ഉപയോഗിച്ച് നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങുന്നു, റോ മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നു, പ്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെയിൽ നടത്താം, സെയിൽ നടത്തി അത് ക്യാഷായിട്ട് വീണ്ടും കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ക്യാഷിൽ നിന്ന് തുടങ്ങി ക്യാഷിലേക്കാണ് ഇത് എൻഡ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ് ഇങ്ങനെ റിപ്പീറ്റഡ് ആണ് അല്ലേ, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇയറിൽ തന്നെ പല ഓപ്പറേറ്റിംഗ് സൈക്കിൾസ് മേ ടേക്കൺ പ്ലേസ് ഇൻ ദ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ അതിനകത്ത് ഒരുപാട് പ്രാവശ്യം സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനൊരു സൈക്കിളായിട്ട് നമ്മൾ പറയുന്നത്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് സ്റ്റാർട്ടിങ് ഫ്രം പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫോർ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ, ദെൻ പ്രൊഡക്ഷൻ, സ്റ്റോക്കിംഗ്, സെല്ലിംഗ് അണ്ടിൽ ഒബ്റ്റൈനിങ് മണി ഫ്രം ഡെറ്റേഴ്സ്. അപ്പോൾ ഏതൊരു പ്രോസസ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം ക്യാഷിൽ നിന്നാണ്, ഫ്രം എ ക്യാഷ് ഔട്ട്ഫ്ലോയിൽ നിന്നാണ്. ക്യാഷ് ഔട്ട്ഫ്ലോയിൽ നിന്ന് തുടങ്ങി ഇൻഫ്ലോയിലാണ് അവസാനിപ്പിക്കുക. നമ്മൾ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങുന്നു, നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നു. റോ മെറ്റീരിയൽ ഉപയോഗിച്ച് പ്രൊഡക്ഷന് മുമ്പ് നമ്മൾ റോ മെറ്റീരിയലിനെ നമ്മൾ റോ മെറ്റീരിയൽ എന്നാണ് പറയുക. ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് റോ മെറ്റീരിയൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. പ്രൊഡക്ഷൻ നടക്കുന്നതിനിടയിൽ നമ്മൾ റോ മെറ്റീരിയലിനെ പറയാം, കൺവേർഷൻ സ്റ്റേജിൽ നമ്മൾ പറയാം വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയാം. ആഫ്റ്റർ ദ പ്രൊഡക്ഷൻ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ പ്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഫിനിഷ്ഡ് ഗുഡ്സ്, ദേ ആർ റെഡി ഫോർ സെയിൽ. സെയിലിന് റെഡി ആയിട്ട് ഇരിക്കുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് ആഫ്റ്റർ ദ പ്രൊഡക്ഷൻ. ഈ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ ക്രെഡിറ്റ് സെയിലിൽ കൊടുക്കുമ്പോഴാണ് ഡെറ്റേഴ്സ് ഉണ്ടാവുക. ദെൻ ഡെറ്റേഴ്സ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ വീണ്ടും ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നു. അപ്പോൾ ക്യാഷിൽ നിന്ന് തുടങ്ങി ക്യാഷിലേക്ക് അവസാനിക്കുന്നു. ദെൻ നെക്സ്റ്റ് പറയുന്നത് സൈക്കിൾ ഇൻവോൾവിങ് കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽ ഇൻ ടു വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. ദിസ് പ്രോസസ് ഈസ് കണ്ടിന്യൂസ്. Then the duration of operating cycle. How to calculate the duration of operating cycle? Duration of operating cycle is equal to raw material period plus work in process period plus finished goods period plus debtors collection period minus ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ കാണാനായിട്ട് റോ മെറ്റീരിയൽ പീരീഡ് പ്ലസ് വർക്ക് ഇൻ പ്രോഗ്രസ് പീരീഡ്, ഫിനിഷ്ഡ് ഗുഡ്സ് പീരീഡ് അതെല്ലാം നമ്മൾ ആഡ് ചെയ്യുക, പ്ലസ് ഡെറ്റേഴ്സ് കളക്ഷൻ പീരീഡ്, എത്ര കാലം കൊണ്ടാണ് ഡെറ്റേഴ്സ് പേയ്മെൻറ്റ് നടത്തുന്നത്, ദെൻ അത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യുക. ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റ് പീരീഡ്, ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാനുള്ളതാണ്, അപ്പോൾ ആ ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റ് പീരീഡ് നമ്മൾ മൈനസ് ചെയ്യുക. ഇതിനെയാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുക. റോ മെറ്റീരിയൽ പീരീഡ് പ്ലസ് വർക്ക് ഇൻ പ്രോഗ്രസ് പീരീഡ് പ്ലസ് ഫിനിഷ്ഡ് ഗുഡ്സ് പീരീഡ് പ്ലസ് ഡെറ്റേഴ്സ് കളക്ഷൻ പീരീഡ് മൈനസ് ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ്. മറ്റുള്ളത് എല്ലാം അസറ്റുകളാണ്, ക്രെഡിറ്റേഴ്സ് മാത്രമാണ് അവിടെ നമുക്ക് കൊടുത്തു തീർക്കാനുള്ള ലൈബിലിറ്റി ആയിട്ട് വരുന്നത്, അപ്പോൾ അത് മൈനസ് ചെയ്യാം. Then there is an invisible time lag between the sale of goods and receipt of cash. പലപ്പോഴും ഗുഡ്സ് സെയിൽ ചെയ്തിട്ട് നമുക്ക് ആ ക്യാഷ് റിസീവ് ചെയ്യാനായിട്ട് പലപ്പോഴും നമുക്ക് സമയം എടുക്കാറുണ്ട്. ഡെറ്റേഴ്സ് പേയ്മെൻറ്റ് നടത്താൻ ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കാറുണ്ട്. ദ ടൈം ടേക്കൺ ടു കൺവേർട്ട് റോ മെറ്റീരിയൽ ഇൻ ടു ക്യാഷ് ഇസ് നോൺ ആസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. അപ്പോൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എത്ര ടൈമാണ് റോ മെറ്റീരിയലിനെ ക്യാഷാക്കി മാറ്റാനായിട്ട് എടുക്കുന്നത്. ടൈം ടേക്കൺ ടു കൺവേർട്ട് ദ റോ മെറ്റീരിയൽ ഇൻ ടു ക്യാഷ് ഈസ് നോൺ ആസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. Then in manufacturing concern, the operating cycle is very long. ഒരു മാനുഫാക്ചറിങ് നടക്കുന്ന സ്ഥലമാണ്, പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലമാണെങ്കിൽ അവരുടെ ലെങ്ത് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ വിൽ ബി
ഭയങ്കര വലിയൊരു ലെങ്ത് ആണ്, അവർക്ക് ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിൾ ആയിരിക്കും. അവർക്ക് പ്രൊഡക്ഷൻ തുടങ്ങി അത് ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നത് വരെ ഒരുപാട് പ്രോസസ്സുകളുണ്ട്. അതുകൊണ്ട് മാനുഫാക്ചറിങ് കൺസേണുകളുടെ ആ ലെങ്ത് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ വിൽ ബി മോർ കമ്പയർഡ് ടു നോൺ മാനുഫാക്ചറിങ് ഫേംസ്. ഇനി എന്തിനാണ് അവിടെ നമുക്ക് ടൈം എടുക്കുന്നത്? എങ്ങനെയാണ്? കൺവേർഷൻ ഓഫ് ക്യാഷ് ഇൻ ടു റോ മെറ്റീരിയൽ. ആദ്യം നമുക്ക് ക്യാഷിനെ റോ മെറ്റീരിയൽ ആക്കി മാറ്റണം. ദെൻ റോ മെറ്റീരിയലിനെ നമുക്ക് വർക്കിംഗ് പ്രോസസ് ആക്കി മാറ്റണം. ദെൻ വർക്കിംഗ് പ്രോസസ്സിനെ നമുക്ക് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റണം. ഈ ഫിനിഷ്ഡ് ഗുഡ്സ് ആർ റെഡിമെയ്ഡ് പ്രോഡക്ട്സ് ആണ്. ഈ റെഡിമെയ്ഡ് പ്രോഡക്ട്സിനെ നമുക്ക് സെയിലാക്കി മാറ്റണം. ഇവിടെയൊക്കെയാണ് നമുക്ക് ആ ടൈം നമുക്ക് വരിക. ദെൻ നമുക്ക് ഒരു സ്ട്രക്ചർ ആയിട്ട് നമുക്ക് ഇതിനെ കാണിക്കാം, ഒരു ഡയഗ്രമായിട്ട് നമുക്ക് കാണിക്കാം. ഫസ്റ്റ് ഓൾ ട്രാൻസാക്ഷൻസ് ആർ ബിഗിൻ വിത്ത് ക്യാഷ്. ദെൻ ക്യാഷ് ഈസ് യൂസ്ഡ് ഫോർ പർച്ചേസിങ് റോ മെറ്റീരിയൽ. Then during the production, the raw material becomes work in process. After the production, the material becomes finished product. They are ready to sell or meant for sale. Then after the production, the company may make credit or cash sales. If the company makes credit sales, then debtors arise. Then debtors make payment, cash will generate. Then this process will also continuous. The speed or time duration required to complete one cycle determines the requirement of working capital. Longer the period of cycle, larger is the requirement of working capital. അപ്പം നമ്മൾ പറഞ്ഞു ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവാൻ എത്ര ടൈം എടുക്കുന്നു, ആ ടൈമിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ. ഒരുപാട് സമയം എടുക്കുന്നുണ്ട് ഒരു ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ആവാനെങ്കിൽ അതിന് ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ മാനുഫാക്ചറിങ് കൺസേണുകളുടെ ഓപ്പറേറ്റിംഗ് സൈക്കിളാണ്. അതിന് ഒരുപാട് ലെങ്ത് എടുക്കുന്നു പറഞ്ഞു. പിന്നെ പ്രൊഡക്ഷൻ നടക്കാത്ത സ്ഥലങ്ങളിൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് നോൺ മാനുഫാക്ചറിങ് ഫേം ആണെങ്കിൽ അവരുടെ ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ റോ മെറ്റീരിയൽ വേണ്ട, ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവും അല്ലെ, അവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാവില്ല, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല, കാരണം അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അപ്പോൾ അവരുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇതാണ്. ക്യാഷ് വരുന്നു, ക്യാഷിൽ നിന്ന് തുടങ്ങുന്നു, നമ്മൾ റെഡിമെയ്ഡ് ഗുഡ്സ് വാങ്ങുന്നു, ദെൻ സെയിൽ ചെയ്യുന്നു, റിസീവബിൾസ് ഉണ്ടാകുന്നു, ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാകുന്നു, നമുക്ക് റിസീവബിൾസ് ഉണ്ടാകുന്നു, വീണ്ടും ക്യാഷ് ആകുന്നു. റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ ഡെറ്റേഴ്സ് ആണ്, തരാനുള്ള ബില്ലുകളെയാണ് നമ്മൾ റിസീവബിൾസ്, അല്ലെങ്കിൽ ഡെറ്റേഴ്സിനെയാണ് നമ്മൾ റിസീവബിൾസ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ആകെ 3 കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. ആദ്യം ക്യാഷ്, നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോക്ക് ചെയ്യുന്നു, ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ റിസീവബിൾസ് ഉണ്ടാവുന്നു, ദെൻ അഗെയിൻ ക്യാഷ്. താങ്ക് യു ഓൾ.